ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ചെറിയ ടിപ്പായിട്ടാട്ടോ. അപ്പോൾ ഇപ്പോൾ മഴ പറഞ്ഞാൽ നല്ല മഴ ഇല്ലായിരുന്നു, ചെറിയ ചാറ്റൽ മഴയാണ് ദിവസമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ലേ. അങ്ങനത്തെ ആ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ ചെറിയൊരു ടിപ്പായിട്ടാട്ടോ വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നന്നായിട്ട് കുട്ടികളെ ബാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ചീമക്കൊന്നറ മരമാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ചീമക്കൊന്നറ ഇലയുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒന്നാമത്തെ ഒരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീമക്കൊന്ന നിന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ഓരോ തണ്ടായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് മതി. നമ്മൾ ഓരോ തവണയായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഈശെടുത്തിട്ട് ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു തവണയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഞാനിത് ഒരു യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ അതിലൊരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെ കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിന്ന് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് നന്നായിട്ട് അത് സക്സസ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് അത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും എടുത്തിട്ടുണ്ട് ചീമക്കൊന്നറ ഇല. ഇനി നമുക്ക് വേറെ കാര്യം കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതൊരു പാത്രം കണ്ടില്ലേ, അത് നമ്മൾ വെണ്ണീർ കോരുന്ന പാത്രം കേട്ടോ. അടുപ്പിൽ നിന്ന് വെണ്ണീർ കോരിയേക്കില്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രം കേട്ടോ. അപ്പോൾ അതിൽ വെണ്ണീർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെണ്ണീർ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെണ്ണീറുള്ളൂ. അപ്പോൾ വലിയൊരു പാത്രം ആയതുകൊണ്ട് അപ്പോൾ വെണ്ണീറിൽ ഇരുന്നോട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെണ്ണീർ നിറയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ വെണ്ണീർ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതൊരു ചകിരിക്കണ്ട കേട്ടോ ഉപയോഗിക്കണത്. കുറച്ച് ചകിരിയുള്ള ചകിരിക്കണ്ടം, കുറച്ച് എന്താ പറയുക, അധികം ഉണങ്ങാത്ത ചകിരിക്കണ്ടാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. അപ്പോൾ നമ്മളിത് ചകിരി ഉണ്ട് കേട്ടോ ചകിരിക്കണ്ടത്തിൽ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഇടാൻ പോണത് 2 മണി കടുകാണ് കേട്ടോ. കടുകാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് തീക്കണലാണ് കേട്ടോ കോരിയിടുന്നത്. അപ്പോൾ അതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ തീക്കണൽ കോരിയിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ തീക്കണൽ കോരിയിട്ട സമയം നന്നായിട്ട് പുകഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ചീമക്കൊന്നറ തണ്ടോള് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പുകഞ്ഞു വരുമല്ലോ. അപ്പോൾ നമ്മൾ എവിടെയാണ് കൊതുകുള്ള സ്ഥലം വെച്ചാൽ അത് അവിടെ കൊണ്ടുവച്ച ശേഷം ഒരു 10-15 മിനിറ്റ് അവിടെ ഒരു വറുത്ത് വെക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളിത് മാറ്റിയിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം നന്നായിട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നന്നായിട്ടിത് ഫലിക്കും കേട്ടോ. അത് കൊതുകിൻ്റെ ശല്യം നന്നായിട്ട് കമ്മിയായി കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.